ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. ഇന്നത്തെ അടുക്കള മാജിക് റെസിപ്പീസിലെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് ഫിംഗേഴ്സ് ആണ്. മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കാരണം വേഗം തന്നെ പണി തീർന്നു കിട്ടും. കുറച്ച് മുട്ട മാത്രം കയ്യിലുണ്ടായാൽ മതി. ഇഫ്താർ റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്കൊക്കെ ആയിട്ട് വൈകുന്നേരം 4 മണിക്കൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഷടപടേന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും തടവി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് മുട്ട പെട്ടെന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആവിക്ക് വെച്ച് വേവിക്കണം. അപ്പോൾ അടിയിലുള്ള നമ്മളെ മുട്ട വെച്ച പാത്രം ഒരടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കുക. അതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ പാത്രം ഒരടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ വെള്ളം ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ വെള്ളം നോക്കി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ട് എനിക്ക് ബാറ്റർ ഒരുപാട് ബാക്കി വന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/2 കപ്പ് പൊടി എടുത്താൽ മതി. ബാറ്റർ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്താൽ മതി. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് കത്തി കൊണ്ട് സൈഡൊക്കെ വിടിവെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇനി കത്തി വെച്ചിട്ട് തന്നെ അതിനെ നീളത്തിൽ മുറിച്ചെടുക്കണം. നമ്മൾ കുറച്ച് മുട്ട എടുക്കുന്നത് വെച്ചെങ്കിൽ ആവിക്ക് വേവിക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് ആവിക്ക് വേവിക്കുക. അല്ലെങ്കിൽ ഈ മുട്ട വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ തിക്നെസ് ഉണ്ടാവില്ല. ഇനി നീളം കൂടുതലുള്ള പീസിനെ നടുവിലോട്ടും കൂടെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇനി അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ ഓട്സിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുത്താലും മതി. ഈ ഒരു രീതിയിൽ എല്ലാ മുട്ടയും കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്തൊക്കെ നല്ല സൗകര്യമായിരിക്കും. ഇത് ഓരോ പീസ് എടുത്തിട്ട് അങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ ഓരോന്നും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറം ഭാഗത്തുള്ളതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ ഭാഗവും നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ വൈറ്റ് സോസ് മയോണൈസ് എന്നൊക്കെ പറയില്ലേ, അതും അതുപോലെ തന്നെ കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്